നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന 2-ാം അധ്യായമാണ്. ഇവിടെ സാഖ്യയോഗമെന്ന് ശ്രീ വേദവ്യാസൻ ഉദ്ദേശിക്കുന്നത് വേദാന്തത്തിലെ ജ്ഞാനമാർഗത്തെയാകുന്നു. സാഖ്യയോഗം ഉപദേശിച്ചതിന് ശേഷം കർമ്മയോഗത്തിൻ്റെ പ്രാധാന്യവും സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണവും കൂടി ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. സഞ്ജയൻ ശോകപരവശനായി ഇതികർത്തവ്യത മൂഢനായി നിൽക്കുന്ന അർജുനൻ്റെ ദയനീയമായ അവസ്ഥയെയാണ് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് 2-ാം അധ്യായത്തിലെ പ്രഥമ ശ്ലോകത്തിലൂടെ വിശദീകരിക്കുന്നത്. 2-ാം അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം നിങ്ങൾ ശ്രദ്ധിക്കുക. തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. തം തഥാ കൃപയാ ആവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തം ഇദം വാക്യം ഉവാച മധുസൂദനഃ. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. തഥാ കൃപയാ ആവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തം തം മധുസൂദനഃ ഇത്തം ഉവാച. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ഇവിടെ സഞ്ജയൻ ശോകപരവശനായി ഇതികർത്തവ്യതാമൂഢനായി തേർതട്ടിൽ തളർന്നു നിൽക്കുന്ന അർജുനൻ്റെ അവസ്ഥ ധൃതരാഷ്ട്രരോട് പറയുകയാണ്. സഞ്ജയൻ പറഞ്ഞു, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, കൃപയാൽ ആവിഷ്ടനായി കണ്ണീർ നിറഞ്ഞു കലങ്ങിയ അശ്രുക്കളോട് കണ്ണുകളോടുകൂടി ഇരിക്കുന്ന ശോകപരവശനായി ഇരിക്കുന്ന അർജുനനോട് മധുസൂദനൻ ഭഗവാൻ കൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു. വളരെ ലളിതമായ ശ്ലോകമാണ്, ലളിതമായ വ്യാഖ്യാനമാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരം മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു.